വയലറ്റ് ശംഖുപുഷ്പമാണ് കേട്ടോ. ഞാൻ മുമ്പിട്ട് പറഞ്ഞിട്ടുണ്ട് വയലറ്റ് ശംഖുപുഷ്പമുണ്ടെന്ന്. ആ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ വെള്ള കണ്ടിട്ടുണ്ട്, നീല കണ്ടിട്ടുണ്ട്. ഇത് ഉജാല കളറാണ്. ഇത് ഇതിൻ്റെ മരത്തിൻ്റെ പേര് എനിക്ക് അറിയാം, പക്ഷെ മറന്നുപോയി. ഇതിൻ്റെ ഇല കണ്ടെങ്കിൽ ഇതാ കളറ്. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇവിടെ ഒരുപാട് ഔഷധങ്ങളുണ്ട് കേട്ടോ. ഇത് ഗുളികൻ സ്ഥാനമാണ്. ഇത് അണിയറ എന്ന് പറയും. അത് വെച്ചാൽ ഗുളികൻ ദൈവത്തിന് പെട്ട് ഇത് ചമയം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അണിയിച്ചൊരുക്കാൻ വേണ്ടി. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു അരിയാൽ മരം കാണാം. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തറ കെട്ടുമായിരിക്കും. ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ നമുക്ക് നെല്ലിമരം കാണാം, അശോകപ്പൂവ് കാണാം. പിന്നെ നാഗലിംഗ പുഷ്പത്തിൻ്റെ വലിയൊരു മരവും കാണാം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു വൈബാണ്, വേറെ തന്നെ ഒരു കൂളിംഗ് ആണ്. ഇത് നാഗചിത്രകൂടമാണ്, നാഗസ്ഥാനമായിട്ടുള്ള സ്ഥലം അത് കേട്ടോ. ഇത് ഇവിടെ ഇനി സർപ്പബലിയും കാര്യങ്ങളും നൂറും പാലൊക്കെ സമർപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ
ഇനി ക്ലീൻ ചെയ്യാനുണ്ട്. അത് ചെയ്ത ശേഷമായിരിക്കും. ബാക്കിയെല്ലായിടത്തും എല്ലാവരും കയറും, പക്ഷേ ഇതിനുള്ളിൽ അങ്ങനെ ആരും കയറില്ല കേട്ടോ. കാലപ്പഴക്കമുള്ള ചെമ്പകത്തിൻ്റെ ഇതുണ്ടാ. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പിന്നെ സർപ്പവേലിയും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. നമ്മളെ വീഡിയോ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. സർപ്പബലി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആചാര്യന്മാർ തന്നെ പറയുന്നുണ്ട്. സർപ്പബലി എന്താണ്, നൂറും പാലും സമർപ്പിക്കൽ എന്താണ് എന്നൊക്കെ അതിൻ്റെ ആചാര്യന്മാർ തന്നെ പറയുന്നുണ്ട്. നമ്മൾ പറശ്ശിക്കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിലെപ്പോൾ തന്നെ അത്ര പ്രചാരണത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതും അതിവരിക്കും വഴി അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. വഴി അറിയാനൊന്നുമില്ല, വഴി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും ഞാൻ വഴി അറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗദർശനം തന്നിട്ടുണ്ട്. ഇത് അരളി എന്ന് പറയും. നമ്മൾ വൈശ്യകർമ്മത്തിന് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് വിഷമാണ്, അങ്ങനെ ഇങ്ങനെയാണ്. കാരണം എല്ലാ ഇതിൻ്റെയും പാലുള്ള ഇതൊക്കെ ഉപയോഗിക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ല? പാലുള്ള പുഷ്പങ്ങളായാലും ഇലകളായാലും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യും അതിൻ്റെ വിഷാംശങ്ങൾ. അത് ചെടികൾ മാത്രമൊന്നുമല്ല. ഇഷ്ടംപോലെ പുളിയുണ്ടല്ലോ കേട്ടോ. പുളിയുണ്ടോ? മരം നിറയെ പുളിയാണ്. പണ്ടല്ലേ ഇത് തന്നെ പരിപാടി. കുട്ടിക്കാലത്ത് ചക്ക, മാങ്ങ, തേങ്ങ സർവ്വതും പറിച്ചു നിന്നല്ല തന്നെയാണ് പണി. എന്നാ അറിയാം, ഇത് പുളിയാണ്. നമുക്ക് പൊളിച്ചു നോക്കിയാലോ. ഈ മരത്തുമ്പിലുണ്ടായതാ. എന്താ പൊളിച്ചിട്ട് ഈ അവസ്ഥയാണ്. എന്താ കാണിച്ചു തരാം, ഇരുന്നാലും ആള് നോക്കും. അങ്ങനെ തിന്നോന്നറിയാം. കാണിച്ചു തരാം. എന്താ പുളി? കഴിയില്ല. പല്ലുവിളിച്ചോ? നല്ല മധുരമുണ്ട്.
ഇത് നാഗവഴിപാടിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. സന്ധ്യാസമയത്ത് നാഗ തറയിലേക്ക് പ്രവേശനമില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ എന്നാലും അറിയാതെ പേരുണ്ടാവും, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഇത് ഗുളികൻ ദൈവത്തിൻ്റെ വഴിപാടിൻ്റെയും കാര്യങ്ങളൊക്കെ ആണ്. എങ്ങനെയാണ് പൂജ കലശത്തിന് വേണ്ടിയിട്ട്, എങ്ങനെയാണ് ചെറിയ കലശമുണ്ട്, വലിയ കലശമുണ്ട്, അതെങ്ങനെയാണ് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശേഷ വിവരങ്ങൾ ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി. ഞാൻ ഓഫീസ് നമ്പർ ഇതിൽ കൊടുക്കാം. പിന്നെ വിവാഹത്തിൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ, അത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ ഒത്തിരി പേര് ഇവിടെ വിവാഹവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ക്ഷേത്ര നിയമങ്ങളാണ് അത്. ഇത് ക്ഷേത്ര വഴിപാടും കാര്യങ്ങളും ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കാണണ്ടേ, ഉള്ളിൽ കുറച്ച് ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് അതിന് മുകളിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ഐതിഹ്യങ്ങൾ ബുക്കുകളിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ചുമരിൻ്റെ മുകളിൽ തന്നെ വലിയ ഇതിൽ വലുപ്പത്തിൽ എഴുതിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാഴ്ചകൾ കണ്ടുവരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെടും, ഏറ്റവും കൂടുതലും ബഹുമാനിക്കും, ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും നമ്മളെ ഈ ഉപാസനയിൽ ഞാൻ എൻ്റെ ഗുരുനാഥനായിട്ട് മാത്രമല്ല എൻ്റെ പ്രാണനായിട്ട് കാണുന്നതാണ് ശ്രീ മുത്തപ്പൻ. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലും ജീവിതാനുഭവത്തിൽ നമുക്ക് ആദ്യമായിട്ട് ചോറൂണ് തന്നത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. നമ്മളെ ഹരിയിൽ എഴുതിപ്പിച്ചതും ഗുരുവായൂർ ശ്രീകൃഷ്ണ ഭഗവാന്റെ നടയിൽ വെച്ചാണ്. അന്നത്തെ കാലത്തെല്ലാം മുൻ നടയിൽ ഇരുന്നിട്ടാണ് ഹരിയിലൊക്കെ എഴുതിപ്പിക്കുക. അപ്പോൾ ഇന്നൊന്നും ആ കവാടത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് ചെയ്യാറ്. ഇപ്പം അതൊന്നും അറിയില്ല. ഇപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ആ ഒരു ഇവിടുത്തെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും വെച്ച് നമ്മളെ കാണാം. ഇവിടുത്തെ ക്ഷേത്രത്തിലെ മടയനാണ്, വലിയ മടയൻ അല്ലേ? പേര് പറയും? ലക്ഷ്മണൻ. പിന്നെ ഇന്ന് എത്ര മണിക്കാണ് മുത്തപ്പൻ ഇറങ്ങുക? ഞായറാഴ്ച 1 മണിക്ക് മഴ കൊടുക്കും, വൈകുന്നേരം 5 മണിക്ക് മുത്തപ്പൻ ഇറങ്ങും. എത്ര മണിക്കാണ് മുടി കഴിക്കുക? അത് ഉള്ള പോലെ ഇരിക്കും അല്ലേ? എന്തായാലും ആളുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നീണ്ടു വെക്കും അല്ലേ? അല്ലേ? ഇന്ന് അന്നദാനമുണ്ടോ? അന്നദാനമുണ്ട് അല്ലേ? എന്നാ നല്ല നമസ്കാരം. ഇന്ന് ആരെങ്കിലും പകരം നേർച്ചയാണോ? നേർച്ചയാണല്ലേ? ഓ ആയിക്കോട്ടെ. ഇവിടുത്തെ ഉത്സവം എപ്പോൾ തുടങ്ങാൻ വേണ്ടി പോകുന്നു? ഉത്സവം 31 മുതൽ 7-ാം തീയതി അല്ലേ? അപ്പോൾ അന്ന് എല്ലാ ദിവസവും തിരുവപ്പനും മുത്തപ്പനും ഉണ്ടാവും. തിരുവപ്പന 7-ാം തീയതി ആവില്ല, അത്രയേ ഉള്ളൂ അല്ലേ? അപ്പം ബാക്കിയുള്ള സ്ഥലം മുത്തപ്പനുണ്ടാവും. പിന്നെ അതുപോലെ അന്ന് എല്ലാ ദിവസവും അന്നദാനവും ഉണ്ട് അല്ലേ? 2 നേരം ഉണ്ട് അല്ലേ ഭക്ഷണം? രാവിലെ ചായയും ഇതുണ്ട്, ഉച്ചക്ക് ചോറ്, വൈകുന്നേരം ചോറ് അല്ലേ? പിന്നെ ദൂരത്ത് നിന്ന് വരുന്ന അതിഥിയൊക്കെ നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവുമല്ലോ അല്ലേ? അന്ന് ബുദ്ധിമുട്ടി പോയാൽ നിൽക്കേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ? പിന്നെ അതുപോലെ ഇവിടെ പിന്നെ എന്തെങ്കിലും വഴിപാടോ അല്ലെ മുത്തപ്പൻ നേർച്ചയങ്ങ് മുൻകൂട്ടി പറയേണ്ടി വരും അല്ലേ? മുത്തപ്പൻ കൈക്കണ്ടിക്ക് മുൻകൂട്ടി പറയണം. അതുപോലെ വിവാഹത്തിൻ്റെ ഇവിടെ എന്തെങ്കിലും വരും മുൻകൂട്ടി തന്നെ അറിയിക്കണം അല്ലേ? ഓഡിറ്റോറിയം ബുക്കെല്ലാം ചെയ്യണമെങ്കിലും മുൻകൂട്ടി പറയേണ്ടി വരും അല്ലേ? ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി അല്ലേ? എന്നാൽ ശരി, നല്ല നമസ്കാരം. കണ്ടില്ല? അപ്പം അത് ഇതിൻ്റെ മുത്തപ്പൻ്റെ മടയനാണ്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്ഷേത്രത്തിൻ്റെ പുതിയ നിയമാവലി കണ്ടിട്ട് ചായ കുടിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്ലിപ്പ് ചെയ്യാം. ഇവരത് തന്നെയാണ് ഹാലൻ്റെ മുത്തപ്പ ക്ഷേത്രം. നാരായണ പാർക്ക് എന്ന് പറയും, SN പാർക്ക് എന്നും പറയും അവിടെയുള്ളത് കേട്ടോ. നമുക്ക് ഇവിടുത്തെ നിയമാവലി ഒന്ന് കണ്ടിട്ട് അപ്പുറം പോവാം. ഈ കലശമാണ് കേട്ടോ മുത്തപ്പൻ്റെ. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാറ്, എങ്ങനെയൊക്കെയാണ് നായ ഊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 5 മണി മുതൽ രാവിലെ 10 മണി വരെയേ ഉള്ളൂ ഇവിടെ നട തുറക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ ആരെങ്കിലും ദൂരത്തുനിന്ന് കുറേ പേര് വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് കുറച്ച് സമയം കൂടി അവർ കാത്തു നിൽക്കും കേട്ടോ. പിന്നെ അതുപോലെ വൈകിട്ട് 4:30 മുതൽ രാത്രി 8:30 വരെയാണ് നട തുറക്കുക. എല്ലാ ദിവസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഉത്സവ സമയത്ത് കുറച്ചും കൂടി സമയം നമുക്ക് ഇത് മുത്തപ്പനുള്ള ദിവസം, അതായത് മുത്തപ്പനും തിരുവപ്പനുമുള്ള സമയമുണ്ട്. അത് ഞായറാഴ്ച ദിവസമാണ് അധികം ഉണ്ടാവുക. നേർച്ച തെയ്യങ്ങളാണ് കൂടുതലുണ്ടാവാറ്.
നിങ്ങൾക്ക് നേർച്ച തെയ്യങ്ങളായിട്ട് കഴിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്ര ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ആ ക്ഷേത്രത്തിൻ്റെ മാനേജറെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അന്നദാനം കൊടുക്കുന്നതിന് മുൻകൂട്ടി വിളിച്ചു പറയണം, എങ്കിൽ മാത്രമേ അന്നദാനം കൊടുക്കാൻ പറ്റും. കാരണം ഒത്തിരി പേര് ഇവിടെ ബുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതെല്ലാം കിട്ടേണ്ട കുറച്ച് സമയം പിടിച്ചെന്ന് വരും ചില സമയങ്ങളിൽ. അതുകൊണ്ടാണ് പറഞ്ഞാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ സാധ്യമാവും കേട്ടോ. ഇന്ന് രമേശ് എന്ന് പറഞ്ഞ ആളെ പേരിലാണ് മുത്തപ്പനുള്ളത്. MK രമേശ്, കണ്ണാടിപ്പറമ്പ്. ഇപ്പോൾ ഇവിടുത്തെ നിയമാവശ്യവും നിയമാവലിയൊക്കെ വായിച്ചില്ലേ. ഇത് മുത്തപ്പൻ്റെ കഴുകപ്പുര എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഭഗവതി ഉള്ളത് പറയപ്പെടുന്നത് കേട്ടോ. തമിഴിൽ സിംഗം എന്ന് പറയും.